81 വയസ്സാണ് മഹാനായ ഷെയ്ഖുൽ ഉസ്താദിനുണ്ടായിരുന്നത്. 81 വയസ്സ്. 17ാമത്തെ വയസ്സിൽ ഖുത്ബ ഓതിയിട്ടുണ്ട്. അതായത് ചെറിയ കുഞ്ഞു പൊടിമീശയും കുഞ്ഞു താടി അവിടെയും ഇവിടൊക്കെ രോമം വരുന്ന സമയത്തിൽ അവനെ അവിടെ വെച്ചുകൊണ്ട് പരിശുദ്ധമായ അഭിവന്ദരാ ഉസ്താദ് അവർ ഖുത്ബ നിർവഹിച്ചിട്ടുണ്ട്. 20ാമത്തെ വയസ്സിൽ ആ മഹല്ലത്തിലെ ഖാളിയായിട്ടുണ്ട്. 20ാമത്തെ വയസ്സിൽ ഒരു മഹല്ലത്തിൽ, അതും പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 1945 മഹാനവറുകളുടെ ജനനം. 1945 ജനനം. 1965 കണ്ണിയത്ത് ഉസ്താദ് ഷംസുൽ ഉലമ തുടങ്ങിയ നിരവധി മഹാന്മാരും പണ്ഡിതന്മാരും ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാനായ ഉസ്താദ് അവറുകൾ മഹല്ലത്തിന്റെ ഖാളിയായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ. 10,000കണക്കിന് ശിഷ്യഗണങ്ങളുടെ അഭിവന്യരായ ഗുരുവന്യർ, അഭിവന്യരായ ഉസ്താദ് മഹാനാകുന്ന ഷെയ്ഖുന ഉസ്താദുൽ അസാത്തിദ്, അഭിവന്യരായ ഷെയ്ഖുൽ ജാമി ഉസ്താദ് അവറുകൾ. അല്ലാഹുവേ അവിടുത്തെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണം റബ്ബേ. 10,000കണക്കിന് ശിഷ്യഗണങ്ങളുടെ അഭിവന്യരിൽ അഭിവന്യരായ ഗുരുനാഥൻ, താഴ്മയുടെ നിറകുടം, ജ്ഞാനത്തിന്റെ നിറകുടം, ആഗോളതരത്തിൽ മഹത്തുക്കളായ മഹാന്മാരായ ആലിമീങ്ങളുടെ ഉസ്താദ്, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയുടെ അകത്തും പുറത്തുമുള്ള ആലിമീങ്ങളുടെ ഉസ്താദ്, ജാമിയ നൂരി അറബിക് കോളേജിൽ 46 വർഷത്തെ സേവനം, 23 വർഷത്തെ പ്രിൻസിപ്പൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ 40ഓളം വർഷത്തിൽ പരിശുദ്ധമായ സമസ്തയിൽ അംഗത്വമുള്ള 1986 സമസ്ത മുഷാവറയിൽ കയറിയ നമ്മുടെ ഈമാനിന്റെ കാവൽക്കാരൻ, മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷ, ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഉസ്താദുൽ അസാത്തിദ് ഷെയ്ഖുൽ ജാമിയ മഹാനവറുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ വിവരം നാം എല്ലാവരും അറിഞ്ഞിരിക്കും. എൻ്റെ അഭിവന്യരായ ഉസ്താദാണ്. എൻ്റെന്ന് മാത്രമല്ല, നിരവധി ആലിമീങ്ങളുടെ ഉസ്താദാണ്. നമ്മളൊക്കെ ഒരു സാധാരണക്കാരായ ഒരു പാവം മനുഷ്യന്മാരാണ് നമ്മളൊക്കെ. എന്നാൽ നിറഞ്ഞ ആലിമീങ്ങളായ മഹത്തുക്കളായ ആലിമീങ്ങൾ, അവരുടെ ഗുരുനാഥനാണ് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിൽ ഉള്ള മഹത്തുക്കളായ ചില ഉസ്താദുമാരുടെ ഉസ്താദാണ് മഹാനായ ഉസ്താദുൽ അസാത്തിദ് ഷെയ്ഖുന ഉസ്താദ് അവറുകൾ. നിരവധി ആലിമീങ്ങളുടെ ഉസ്താദ്, എല്ലാ വിഷയത്തിലും ജ്ഞാനമുള്ള, അപാരമായ പാണ്ഡിത്യത്തിന്റെ നിറകുടം. അതിലേറെ തന്റെ ജീവിതത്തിനെ ശുദ്ധീകരിച്ച മഹാൻ. 17ാമത്തെ വയസ്സിൽ, നമ്മളൊന്നാലോചിച്ച്, 17ാമത്തെ വയസ്സിൽ അവരുടെ നാട്ടിൽ ഖുത്ബ ഓതുകയും 20ാമത്തെ വയസ്സിൽ ആ നാട്ടിൽ ഖാളിയാകുകയും ചെയ്ത മഹാവ്യക്തിത്വത്തിന്റെ ഉടമ. 20ാമത്തെ വയസ്സിൽ ഒരു മഹല്ലത്തിൽ ഖാളിയാകുക എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ജ്ഞാനം എത്രയായിരിക്കും. അള്ളാഹുവിൻ്റെ അരികിലുള്ള
അവരുടെ സ്ഥാനം എത്രയായിരിക്കും? ആ പള്ളിയിൽ തന്നെ ഖാദി സ്ഥാനം വഫാത്ത് വരെ ഇങ്ങനെ നിലനിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉസ്താദ് ആ മഹല്ലത്തിനോട് കാണിച്ച സ്നേഹവും ആദരവും. ജാമിയ നൂരിയയിൽ 46 കൊല്ലം സേവനം ചെയ്യാന്ന് പറഞ്ഞാൽ ആ മഹാൻ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളോട്, അവിടെയുള്ള ഉസ്താദുമാരോട്, അവിടെയുള്ള ബഹുമാനപ്പെട്ട കമ്മിറ്റിയോട് കാണിച്ച ആദരവും സ്നേഹവും അടുപ്പവും അവരുടെ ആത്മാർത്ഥതയും അൽഹംദുലില്ലാഹ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിലപ്പുറമാണ്. മഹാനായ ഉസ്താദ് അവറുകളാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. എൻ്റെ അഭിവന്യരായ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ, നമ്മുടെ എല്ലാവരുടെയും ഉസ്താദ് അവറുകൾ. ഉസ്താദ് ഇന്നലെ വഫാത്തായി. ഞങ്ങളൊക്കെ ഉസ്താദിന്റെ നിസ്കാരത്തിന് പങ്കെടുത്തു. ഉസ്താദിന്റെ ജനാസ കണ്ടു. ഇന്നലെ 11:30 മണിക്കാണ് ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ടെത്തിയത്. ഇന്ന് രാവിലെ, അതായത് ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് രാവിലെ 10 മണിക്കാണ് മഹാനായ ഷെയ്ഖുൽ ഉസ്താദിന്റെ അവസാന നിസ്കാരം തിരൂർക്കാടിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ആ പരിസര പ്രദേശത്തുള്ള മുഴുവൻ മുത്തുമുഅ്മിനീങ്ങളും നിസ്കാരത്തിൽ പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഉസ്താദുമാരുടെ പേര് പറയുമ്പോൾ ഉസ്താദുമാർ മഹാനായ ഷെയ്ഖുന അപ്പൻമുള ഫരീദ് ഉസ്താദ്, കാളമ്പാട് ഉസ്താദ്, AP കുമരമ്പത്തൂർ ഉസ്താദ്, അതിനുശേഷം മഹാനായ ഷെയ്ഖുൽ ജാമിയ ഉസ്താദുൽ അസാത്തീദ് ഷെയ്ഖുന അലിക്കുട്ടി ഉസ്താദിന്റെ പേരും കൂടെ നമ്മൾ പറയും. പിന്നീട് എരമംഗലം ഉസ്താദ്. അങ്ങനെയായിരിക്കും ഇൻഷാ അല്ലാഹ് ഇന്ന് മുതലുള്ള ഫാത്തിഹയിൽ നമ്മൾ ഓതുക. ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ഉസ്താദിനെ കാണുമ്പോൾ തുടക്കത്തിലൊക്കെ ഉസ്താദിന് നല്ല ഓർമ്മയുള്ള കാലം. ഞങ്ങൾ മജ്ലിസൊക്കെ പറയുമ്പോൾ ഉസ്താദ് പറയും, എടാ ഞാൻ മരിച്ചാ നീ എനിക്ക് വേണ്ടി ഫാത്തിഹ ഓതൂലേ? ഞാൻ മരിച്ചാല് നീ എനിക്ക് വേണ്ടി ഫാത്തിഹ ഓതൂലേ? എന്നിങ്ങനെ ഒരു ചെറിയ, വളരെ അങ്ങനെയാ സംസാരിക്കും ഉസ്താദ്. സുബ്ഹാനല്ലാഹ്. ആ മഹാനായ ഷെയ്ഖുൽ ഉസ്താദിന്റെ വഫാത്തില് ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാവരും ഒരു ഇൻഷാ അല്ലാഹ് പറയണം. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനമായി നിങ്ങളോട് പറയിപ്പിക്കും. ഇന്ന് എല്ലാവരും ഷെയ്ഖുൽ ഉസ്താദിന്റെ പേരില് ഒരു 11 ഫാത്തിഹയും ഒരു 101 സൂറത്തുൽ ഇഖ്ലാസ് ഇവർക്കൊക്കെ വേണ്ടി ഓതിയാല് നമ്മുടെ ആഖിറം പടച്ചോൻ രക്ഷപ്പെടുത്തി തരും. മുത്തുമുഅ്മിനീങ്ങളെ, ഒരു സംശയവും വേണ്ട. നമ്മുടെ ആഖിറം ഇവർക്കൊക്കെ വേണ്ടി ഒരു ഫാത്തിഹ ഓതിയാൽ, ഞാൻ ഇന്നലെ എൻ്റെ വീട്ടുകാരോട് എൻ്റെ പരിചയക്കാരോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞത്, വേഗം ഫാത്തിഹ ഓതിക്കൊള്ളിന്നാണ്. ഇവർക്കൊക്കെ വേണ്ടി ഒരു ഫാത്തിഹ ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് ഒരു 101 തവണ, മറന്നു പോകരുത്. സൂറത്തുൽ ഇഖ്ലാസ് ഒരു 101 തവണ. ഇന്ന് തന്നെ ഒരു 3 യാസീൻ. എല്ലാവരും ഈ മജ്ലിസ് കഴിഞ്ഞാൽ മഹാനായ ഉസ്താദിന്റെ പേരിൽ എല്ലാവരും ഓതണം, മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാന, എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും. എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും. ഒരു 11 ഫാത്തിഹയും 101 തവണ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസും 3 തവണ സൂറത്തു യാസീനും ഇന്ന് മജ്ലിസ് കഴിഞ്ഞ ഉടനെയായി നമ്മളൊക്കെ ചൊല്ലണം. അതിൻ്റെയൊക്കെ സവാബ്
നമ്മുടെ ബഹുമാനപ്പെട്ട മഹാനായ ആലിമും ആബിദും ജ്ഞാനത്തിന്റെ നിറകുടവുമായ ശൈഖുൽ ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് എത്തണം. നമ്മുടെ മജ്ലിസ് ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട്, മാനവറുകളുടെ ഫദ്ല് കൊണ്ട് നമ്മുടെ സകല പ്രയാസങ്ങളും നീങ്ങണം, വിഷമങ്ങൾ ഇല്ലാതെയാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മറന്നു പോകാതെ, ഉസ്താദിന്റെ ഒരു ആഗ്രഹമാണ്. ഉസ്താദിനോട് നമ്മൾ മജ്ലിസിനെ സംബന്ധിച്ച്, മജ്ലിസ് എന്താ ഉസ്താദെ മജ്ലിസ്, അവനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഉസ്താദിന്റെ വാക്കങ്ങനെ തന്നെയാണ്. എടാ അതൊക്കെ അവിടെ നിന്നോട്ടെ, ഞാൻ മരിച്ച എനിക്കും വേണ്ടി ഫാത്തിയോദണം, ആൾക്കാരെ കൊണ്ട് ഫാത്തിയോദിപ്പിക്കണം. അപ്പൊ എന്റെ മുത്തൂമിനിങ്ങൾ, ആ അവസരമാണെന്ന് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് എല്ലാവരും. അപ്പൊ ഇന്ന് നമ്മളൊരു അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മജ്ലിസ് കഴിയുമ്പോൾ 1,00,000-ഓളം ആൾക്കാരാണ് ഈ മജ്ലിസ് കേൾക്കുക. അങ്ങനെ ഒരു 101 സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 ആൾക്കാർ ഓതിയാൽ ഏകദേശം എത്ര ഉണ്ടാവും? ഒരു 10 കോടിയുടെ അടുത്തുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ 1 കോടിയുടെ അടുത്ത്, 1 കോടി ഉണ്ടാവും, 1 കോടിയല്ല, 1 കോടി പരിശുദ്ധമായ 1 കോടി പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ? 1 കോടിയല്ലേ ഷഫീ? ഒന്ന് കൂട്ടി, 1 കോടിയല്ലേ? 1 കോടി സൂറത്തുൽ ഇഖ്ലാസ് ഇന്ന് ശൈഖുൽ ഉസ്താദ് തിരൂർക്കാടിന്റെ മണ്ണിലേക്ക് ചേരുന്നതിന്റെ മുമ്പ് ഉസ്താദിന്റെ തിരുഹളറത്തിലേക്ക് നമുക്ക് 1 കോടി സൂറത്തുൽ ഇഖ്ലാസ് ഓതണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ്. 3 ലക്ഷം യാസീൻ, 3 ലക്ഷം യാസീൻ, 10 ലക്ഷം സൂറത്തുൽ ഫാത്തിഹ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഓതി മഹാനായ ഉസ്താദിലേക്ക് സമർപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദനായ സെക്രട്ടറിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, ഒരുപാട് തൗഫീഖ് ലഭിച്ച മഹാനവറുകൾ, ആഗോള പണ്ഡിത സഭയിൽ പ്രസംഗിക്കാനും പ്രബന്ധം അവതരിപ്പിക്കാനും അവസരം കിട്ടിയ മഹാനവറുകൾ ഇന്നലെ വഫാത്തായി എന്നറിഞ്ഞപ്പോൾ പല രാജ്യത്തിലുള്ള മുഫ്തിമാർ, പല രാജ്യത്തിലുള്ള ആലിമീങ്ങൾ അവരൊക്കെ അവരുടെ ഫേസ്ബുക്കിലും അവരുടെ കുറിപ്പുകളിലൊക്കെ എഴുതിവിടുന്നത് ലോകം കണ്ട പണ്ഡിതൻ എന്നാണ്. വലിയ മഹാനാണ്, വലിയ ജ്ഞാനത്തിന്റെ നിറകുടമാണ് മഹാനായ ശൈഖുൽ ജാമി ഉസ്താദ് അവറുകൾ. മനസ്സിലായില്ലേ? ഇങ്ങനെ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു മഹാൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടില്ല. ആലോചിച്ചു നോക്ക്. വളരെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിൽ രോഗിയായ 81 വയസ്സാണ് മഹാനായ ശൈഖുൽ ഉസ്താദിനുണ്ടായിരുന്നത്. 81 വയസ്സ്. 17ാമത്തെ വയസ്സിൽ ഖുത്ബ ഓതിയിട്ടുണ്ട്. അതായത് ചെറിയ കുഞ്ഞു പൊടിമീശയും കുഞ്ഞു താടി അവിടെയും ഇവിടൊക്കെ രോമം വരുന്ന സമയത്തിൽ ആയിരാവനെ അവിടെ വെച്ചുകൊണ്ട് പരിശുദ്ധമായ അഭിവന്ദനായ ഉസ്താദ് അവർ ഖുത്ബ നിർവഹിച്ചിട്ടുണ്ട്. 20ാമത്തെ വയസ്സിൽ ആ മഹല്ലത്തിലെ ഖാദിയായിട്ടുണ്ട്. 20ാമത്തെ വയസ്സിൽ ഒരു മഹല്ലത്തിൽ, അതും പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 1945 മഹാനവറുകളുടെ ജനനം. 1945 ജനനം. 1965 കണ്ണിയത്ത് ഉസ്താദ്, ഷംസുൽ ഉലമ തുടങ്ങിയ നിരവധി മഹാന്മാരും പണ്ഡിതന്മാരും ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാനായ ഉസ്താദ് അവറുകൾ മഹല്ലത്തിന്റെ ഖാദിയായിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, 46 വർഷക്കാലം ജാമിയിൽ അധ്യാപകനായിട്ടുണ്ട് മഹാനായ ശൈഖുൽ ഉസ്താദ് അവറുകൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാണ് എത്രായിരം ശിഷ്യഗണങ്ങളുടെ ഗുരുനാഥനാണ് അഭിവന്ദനായ ഉസ്താദ് അവറുകൾ. എത്രായിരം ശിഷ്യഗണങ്ങളുടെ ആലോചിച്ചു നോക്ക്. അവരൊക്കെ പലയിടത്തിൽ പോയി മദ്രസയിൽ, പള്ളികളിൽ, ദർസുകളിൽ, കോളേജുകളിൽ വലിയ വലിയ പ്രൊഫസർമാർ ഒക്കെ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ആലോചിച്ചു നോക്ക്. വലിയ ജ്ഞാനത്തിന്റെ നിറകുടം
ഞങ്ങൾക്ക് ഉസ്താദ് ഓതി തന്നിരുന്നത് മുസ്ലിമാണ്. എന്ത് രസാന്നറിയ ഉസ്താദിന്റെ ക്ലാസ് കേൾക്കാൻ. മനോഹരമായ ശൈലിയിൽ അങ്ങനെ ക്ലാസ് എടുക്കും. അവസാന ഘട്ടത്തിൽ ഉസ്താദിന് ഓർമ്മയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടാവില്ല, എന്താ പറഞ്ഞെന്ന് ചോദിച്ചതൊക്കെ ഓർമ്മ ഉണ്ടാവില്ല. നമ്മളൊക്കെ വന്നാൽ അപ്പം ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? ഞാനിങ്ങനെ വഴക്കാട് കഴിഞ്ഞ ഒക്കെ പറയും. പിന്നെയും ചോദിക്കും, എവിടെ നിന്നാ, അല്ല എവിടെയാ ജോലി? പിന്നെയും പറഞ്ഞു, എന്താ പേര് പറഞ്ഞു. പിന്നെയും കുറച്ച് കഴിഞ്ഞ് ചോദിക്കും, എന്താ പേര്? അങ്ങനെ മറവിയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തും മഹാനവറുകൾ ജാമ്യയിൽ പോയി സ്വഹീഹുൽ ബുഖാരി ഓതി കൊടുത്തിരുന്നു. മറവിയുള്ള കാലത്ത് ബുഖാരി മറന്നിട്ടില്ല. അങ്ങനെ ഓതിക്കൊടുക്കും, കുട്ടികൾ വായിച്ചു കൊടുക്കും, അത് ഓതിക്കൊടുക്കും. വായിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും തെറ്റു വന്നാൽ ഉസ്താദ് അത് തിരുത്തി കൊടുക്കും. വാർദ്ധക്യ സമയത്തിൽ എല്ലാം മറന്നുപോയൊരു കാലം. മറവിയുടെ ലോകത്ത് മഹാനായ ഉസ്താദിന് ഇൽമിന്റെ വിഷയത്തിൽ ഒരു മറവിയും ഉണ്ടായിരുന്നില്ല. മനസ്സിലായിട്ടില്ലേ? അത്രയും വലിയ മഹാപണ്ഡിതനാണ് മഹാനായ ഷെയ്ഖുൽ ജാമിയ ഉസ്താദുൽ അസാത്തീദ് ഷെയ്ഖുൽ ഉസ്താദ് അവറുകൾ. ഉസ്താദുൽ അസാത്തീദ് തെറ്റുകൂടാതെ നമുക്ക് വിളിക്കാം. ഉസ്താദുൽ അസാത്തീദ്, അല്ലാഹുവേ അവിടുത്തെ ദർജയെ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. എന്നാലോ അത്രയും വലിയ ആര്യമായിട്ട് പോലും നോക്കൂ നിങ്ങൾ, എന്തൊക്കെയോ അവസരങ്ങൾ ഉസ്താദിന് കിട്ടിയിട്ടുണ്ട്. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിട്ടുണ്ട്, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായിട്ടുണ്ട്. അതായത് മന്ത്രിമാർ മാത്രം നിർവഹിക്കുന്ന ഡ്യൂട്ടി, ആ ഡ്യൂട്ടിയിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾ എത്തിച്ചിട്ടുണ്ട്. ആഗോള തരത്തിൽ ഒരുപാട് ജ്ഞാനത്തിന്റെ വഴികൾ മഹാനവറുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും പരിശുദ്ധമായ ദീനിന് നേതൃത്വം നൽകി മഹാനായ ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് അവറുകൾ. എന്നാൽ വലിയ വിനയമാണ് ഉസ്താദിനുള്ളത്. വിനയം, വലിയ വിനയം. തങ്ങന്മാരോട് പറയണ്ട, അത്രയും വിനയമാണ് മഹാനായ ഷെയ്ഖുൽ ഉസ്താദിനുണ്ടായിരുന്നത്. ഞാൻ ഇപ്പോഴും ഓർത്തുപോവാണ്. ഞാനിത് ഉസ്താദ് ഹയാത്തുള്ള കാലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. ഉസ്താദിന്റെ ഹയാത്ത് കാലത്തും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഉസ്താദ് ഒരു ദിവസം ഉസ്താദിന്റെ കാലിങ്ങനെ പിടിച്ചു കൊടുക്കും. ഉസ്താദിന് കാലിൽ നല്ല നീര് വരും. ആ നീര് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം, എന്നാലേ ഉസ്താദിന് നടക്കാൻ. അത് സബ് കാളിൽ ഇങ്ങനെ ജമാഅത്തിനൊക്കെ നടന്ന് പള്ളിയിൽ അപ്പുറത്ത് പള്ളി റോഡിൽ കറങ്ങിയിട്ട് പോകണം. അങ്ങനെ കാല് പിടിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം കാല് പിടിച്ചു കൊടുക്കുന്ന സമയത്തിൽ ഉസ്താദ് നല്ല ഫോണിലാണ്. ഫോൺ അങ്ങനെ വിളിച്ച് ബാങ്ക് കൊടുത്തപ്പം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അതുവരെ ശബ്ദമുയർത്തി സംസാരിച്ചിരുന്ന ഉസ്താദ് പിന്നെ ഒന്നും മിണ്ടണില്ല, ഒന്നും സംസാരിക്കണില്ല. കാരണം ബാങ്കിന് ജവാബ് പറയുന്നില്ല. അതെനിക്ക് വലിയ വിഷമമായി. പഠിച്ചവനെ, ഞങ്ങളുടെ അഭിവന്ദരായ ഉസ്താദ് അവറുകൾ, ഈ ജാമിയയുടെ പ്രിൻസിപ്പൽ, ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുടെ അഭിവന്ദരായ ഉസ്താദ്, ജ്ഞാനത്തിന്റെ നിറകുടം, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും, ഉസ്താദ് ജവാബ് പറയുന്നില്ലല്ലോ റബ്ബേ. ഉസ്താദ് മിണ്ടാതെ അങ്ങനെ നിൽക്കണം. എൻ്റെ മനസ്സിലത് വല്ലാത്തൊരു വിഷമമായി. അങ്ങനെ ഉസ്താദ് അവറുകൾ ബാങ്ക് കഴിയാൻ പോകാൻ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ബാങ്ക് തീരാൻ പോകാൻ. ആ സമയത്തിൽ ഉസ്താദ് എൻ്റെ കൈ പിടിച്ചു. ഞാനിതിങ്ങനെ, എന്താണ് ഉസ്താദ് ഒന്നും പറയാത്തത്? ഉസ്താദിന്റെ കാലിങ്ങനെ പിടിച്ചു കൊടുക്കണം. ഉസ്താദ് എൻ്റെ കൈ പിടിച്ചു. എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എടാ മനെ, മെനെന്ന് വിളിക്കുക, എടാ മനെ, ഞാനത് ജവാബൊക്കെ പറയുന്നുണ്ടടാ, എന്നെ കേൾപ്പിക്കണമെന്നില്ലല്ലോ. ഞാൻ പറയുന്നുണ്ടടാ, എന്നെ കേൾപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. അതിനുശേഷം ഞാൻ എപ്പോൾ ഉസ്താദിന്റെ ഹദറത്തിൽ നിൽക്കുന്നുവോ ആ സമയത്തിലൊക്കെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ഉസ്താദിന്റെ ഹദറത്തിൽ ഞാൻ നിന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, നമുക്ക് കാണിച്ചു തരികയാണ്. എനിക്ക് വലിയൊരു തൗഫീഖ് ഉണ്ടായത് എൻ്റെ കല്യാണത്തിൽ മഹാനായ ഉസ്താദ് അവറുകൾ വന്നിരുന്നു. അറയിൽ ഞാൻ മാറ്റി ഒരുങ്ങുമ്പോൾ എൻ്റെ അറയിൽ എൻ്റെ കല്യാണത്തിന് കൂടി അവർക്കൊക്കെ അറിയാം, ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. ഉസ്താദ് ആ റൂമിലുണ്ടായിരുന്നു. അവസാനം ഉസ്താദ് തലപ്പാവ് വെച്ച് തന്നു. കൈ പിടിച്ച് ഉസ്താദ് സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് ഫാത്തിഹ ഉസ്താദ് ദുആ ചെയ്യിപ്പിച്ചു. ഉസ്താദിന്റെ കാറിൽ തന്നെയാണ് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖോടുകൂടെ ഞാൻ കക്കോവിലേക്ക് പുതിയാപ്പള പോയത് ഉസ്താദിന്റെ കാറിൽ തന്നെയാണ്.
അതിന് വലിയൊരു തൗഫീഖ് അല്ലാഹ് അൽഹംദുലില്ലാഹ് ഉസ്താദ് തന്നെയാണ് നിക്കാഹ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ നമ്മളാര്, മഹാനായ ശൈഖുൽ ഉസ്താദ് ആര്, ആ വലിയ ദറജയിൽ നിൽക്കുന്ന ഉസ്താദ് അവറുകൾ. ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിൽ വളരെ നിസ്സാരക്കാരനായ ഒരു കുട്ടി, ആ കുട്ടിയുടെ നിക്കാഹിന് ഉസ്താദ് കാണിച്ച ആ ഒരു വല്ലാത്ത സ്നേഹമുണ്ടല്ലോ, അതവിടുത്തെ വിനയമാണ്. വളരെ ലളിതമായ ജീവിതം. ഉസ്താദിനൊരു വണ്ടിയുണ്ട്, വർഷങ്ങളോളം പഴക്കമുള്ളൊരു വണ്ടിയാണ്. ആ വണ്ടി തന്നെയാണ് ഉസ്താദ് എപ്പോഴും ഉപയോഗിച്ചിരുന്നത്. ആ ഒരു ലളിതമായ ജീവിതം, ദുനിയാവിനുള്ള ആർത്തിയും അങ്ങനൊന്നും ആഗ്രഹമില്ല. ഉസ്താദിന്റെ ജീവിതം മുഴുവനും ഇൽമാണ്, പരിശുദ്ധമായ ജാമിയാണ്, പട്ടിക്കാടാണ്, ആ സ്ഥാപനമാണ്, അവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളാണ്. ഉസ്താദിന്റെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. ഉസ്താദ് എന്നും രാവിലെ, എല്ലാ ദിവസവും രാവിലെ ഉസ്താദ് അവറുകൾ ജാമിയിലേക്ക് വരും. സബക്ക് മുടങ്ങിയിട്ടൊരു ദിവസമില്ല. ഉസ്താദ് വിദേശത്തല്ലാത്ത, അതായത് പല രാജ്യങ്ങളിൽ ഉസ്താദ് സന്ദർശനം നടത്തും. കേരളത്തിൽ ഉള്ള സമയത്തിലുള്ളപ്പോഴൊക്കെ ഉസ്താദ് ജാമിയിൽ വരും. ജാമിയിൽ സബക്ക് ഉസ്താദിന്റെ സബക്ക് ഇല്ലാതെയാകുന്നത് വളരെ അപൂർവമാണ്. അത്രയും തിരക്കുള്ള മനുഷ്യൻ പരിശുദ്ധമായ ഇൽമു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ സമയം കണ്ടെത്തിയിരുന്നു. മനസ്സിലായിട്ടില്ലേ? ഉസ്താദിന്റെ ജീവിതം വളരെ ലളിതമായിരുന്നു. അള്ളാഹു മഹാനവറുകളുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നിങ്ങൾ ഉസ്താദ് സമസ്തയുടെ 100ാം വാർഷികത്തിന് പതാക കൈമാറ്റം ചെയ്യുന്ന ഫോട്ടോ കണ്ടില്ലേ? വളരെ ക്ഷീണിച്ച ഫോട്ടോ. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പേടിച്ചിരുന്നു. ഉസ്താദിന്റെ വഫാത്തിനോട് അടുക്കുന്ന ഈ സമയം ഉസ്താദിന്റെ മുഖമൊക്കെ ഇങ്ങനെ ക്ഷീണിച്ചു പോവുകയാണല്ലോ. ഉസ്താദിന്റെ ജനാസ ഇന്നലെ കാണാൻ വേണ്ടി ഞങ്ങൾ അസ്ർ ജമാഅത്ത് ഉസ്താദ് വഫാത്തായി എന്നറിഞ്ഞപ്പോ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാം നിർത്തി. ഇന്നലെ എല്ലാ പരിപാടിയും നിർത്തി ഞങ്ങൾ മഹാനായ ശൈഖുൽ ഉസ്താദിന്റെ ഹദറത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ മഗ്രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. തിരുക്കാട് പള്ളിയിലെത്തുമ്പോൾ ജമാഅത്തിന് കൂടി വലിയ വിഷമത്തോടുകൂടെയാണ് മയ്യത്ത് കാണാൻ വേണ്ടി നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ്, മഹാനായ ശൈഖുൽ ഉസ്താദിന്റെ ജനാസ വന്നു. മയ്യത്ത് കണ്ടപ്പോ ഉസ്താദിനെ അങ്ങനെ അതുവരെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഉസ്താദിനെ കാണുക? ഉസ്താദിനെ കണ്ട പറയാതെ ചിരിച്ചുപോയി ഉസ്താദിനോട്. ഉസ്താദ് ഇങ്ങനെ ചിരിച്ചു കിടക്കുകയാണ്. ഞാൻ അടുത്ത് നിൽക്കുന്ന ഒരാളോട് പറഞ്ഞു, ഉസ്താദിന് ഇപ്പോഴാണ് ഒരു ആഫിയത്ത് കിട്ടിയത്. ഉസ്താദ് വഫാത്ത് വരെ ഒരു പ്രയാസകരമായ ഒരു ആഫിയത്തൊക്കെ വളരെ കുറഞ്ഞൊരവസ്ഥയായിരുന്നു. ഞാൻ അടുത്ത് നിൽക്കുന്നവരോടൊക്കെ പറഞ്ഞു, ഉസ്താദിന് ഇപ്പോഴാണ് ഒരു ആഫിയത്ത് കിട്ടിയതെന്ന് തോന്നുന്നു. നല്ല ചെറുപ്പക്കാരുടെ മുഖം, എന്തു മട്ടുണ്ടെന്നറിയോ ആ മുഖം, ചിരിച്ചങ്ങനെ കിടക്കുകയാണ്. ഓ, ഒരു പുതുമണവാളനെ പോലെ കിടക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അള്ളാഹു അവരുടെ കുരുത്തവും പൊരുത്തവും നമുക്ക് അള്ളാഹു നൽകട്ടെ. ഈ മജ്ലിസിനെ സംബന്ധിച്ച് ഞാൻ നിർത്തട്ടെ എന്ന് ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട്. വേണ്ട മോനെ, അത് നടന്നോട്ടെ, എന്തിനാപ്പോ നിർത്തുന്നു? ജി കാളമ്പാടിക്കും എ പി ഉസ്താദിനും കുമരമ്പത്തൂർ ഉസ്താദിനൊക്കെ ജി ഫാത്തിയോതുണ്ടെന്ന് കേട്ടു. ഞാൻ മരിച്ച ജിക്കൊരു ഫാത്തിയോതാണ്, ജിന്നും കൂടെ കൂട്ടണം. മഹാനായ ശൈഖുൽ ജാമി ഉസ്താദുൽ അസാത്തീർ, മഹാനായ അലിക്കുട്ടി ഉസ്താദ് അവர்கள் ജിന്നും കൂടെ പേരയിൽ കൂട്ടണം. ആ പേര് ഞാൻ ഇന്നു മുതൽ തുടക്കം കുറിച്ചു. ഇൻഷാ അല്ലാഹ് മുത്തുമിനിങ്ങളെല്ലാവരും, ഈ നൂറാജമീറിനോട് ഇഷ്ടമുള്ളവർ, യദ്കാറുസ് സബാഹിനെ സ്നേഹിക്കുന്നവർ, കൂട്ടത്തിൽ എന്നോട് നിങ്ങൾക്ക് ചെറിയൊരു സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ. എന്തിന് ഞാൻ ഈ ചൊല്ലിത്തരുന്ന ഒരാൾ എന്നുള്ള നിലക്ക്, ഞങ്ങൾ ഉസ്താദ് എന്നുള്ള നിലക്ക് സ്നേഹം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർ മുഴുവനും മഹാനായ ശൈഖുൽ ജാമി ഉസ്താദിന്റെ പേരിൽ ഇന്ന് 11 ഫാത്തിഹ, 100 സൂറത്തുൽ ഇഖ്ലാസ്, 100 സൂറത്തുൽ ഇഖ്ലാസ്. ഇനി 100 അല്ല 313 ചൊല്ലാൻ കഴിയുന്നവരങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്നത് കമന്റ് ബോക്സിൽ നിങ്ങൾ അതിന്റെ എണ്ണം എഴുതി വിടണം. അല്ലേ? കമന്റ് ബോക്സിൽ എഴുതണം. നാളെ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ നാളെ ദുആ ചെയ്യാം. ഞാൻ ഓതും 11 ഫാത്തിഹ,
101 സൂറത്തുൽ ഇഖ്ലാസ്, 3 യാസീൻ. അങ്ങനെ വരുമ്പോൾ ഏകദേശം 1 കോടി സൂറത്തുൽ ഇഖ്ലാസ് ആകും. മൊത്തമായിട്ട് ചൊല്ലി തീർക്കുമ്പോൾ 1 കോടി സൂറത്തുൽ ഇഖ്ലാസ്, 10 ലക്ഷം സൂറത്തുൽ ഫാത്തിഹ, 3 ലക്ഷം യാസീൻ. ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. വെള്ളിയാഴ്ച ഇന്നിപ്പോ പകൽ വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പല്ലേ, താൻ 17ാമത്തെ വയസ്സിൽ ഖുത്ബ ഓതിയ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തിൽ ജുമാക്ക് ഉസ്താദ് അവർ പോകുന്ന സമയമാണ്, രാവിലെ 10 മണി. ആ സമയത്തിൽ ഉസ്താദിന്റെ ജനാസ പള്ളിയിലേക്ക് വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഈ മഹാന്റെ അല്ലാഹുവേ ഇവരോടൊന്നിച്ച് സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയണേ, എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയേ. ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. ഓതും ഉസ്താദേ, ഓതും. അൽഹംദുലില്ലാഹ് എൻ്റെ മുത്തൂമിനികൾ, അത് മതി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നമുക്ക് അതിനു വേണ്ടി ചെലവാക്കാം. ഉസ്താദിന്റെ പേരിൽ അല്ലാഹുവേ അവിടുത്തെ ദർജനെ ഉയർത്തി കൊടുക്കണം അല്ലാഹ്. അവിടുത്തെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ഓരോ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഉസ്താദ് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഉസ്താദിന്റെ കൂടെ കുറേ കൂടിയിട്ടുണ്ട്. ഉസ്താദ് ഒരാളെ പറ്റി ഗീബത്ത് പറയാറില്ല, നമീമത്തില്ല, കളവ് പറയാറില്ല, വഞ്ചനയില്ല, ചതിയില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമ, ഏതൊരാളുടെ മുമ്പിലും തലകുനിക്കാൻ മടിയില്ലാത്ത, എന്ന് പറഞ്ഞാൽ വിനയത്തിന്റെ കുനിയൽ. മനസ്സിലായില്ലേ? അതെല്ലാവരോടും അങ്ങനെ തന്നെ ഒരു സൗമ്യ സ്വഭാവത്തിന്റെ നിറകുണം. അല്ലാഹുവേ അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കണേ റബ്ബേ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യരായ സെക്രട്ടറി അല്ലാഹുവേ അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കണം അല്ലാഹ്. അവരുടെ പേരിൽ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ് നാളെ ഉസ്താദിന്റെ പേരിൽ ദിക്ർ ഉണ്ടാവും. നാളെ നമുക്ക് ദിക്റൊക്കെ ചെല്ലണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ ഇന്നലെ ഞാൻ നേരം വൈകിട്ടാണ് ഇവിടെ എത്തിയത്. ഏകദേശം 12 മണിയായിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വഅദ് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് രോഗിയായ ആളുകൾ കുടുംബങ്ങളോട് ചെയ്യേണ്ട 3 വസിയത്തുകളാണ് നാളെ പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് നാളെ അത് പറയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് അസ്മാഉൽ ഹുസ്ന 10 വട്ടം ചൊല്ലണം. മരിച്ചവർക്കൊക്കെ വേണ്ടി ഫാത്തിഹ ഓതി ദിക്ർ ചൊല്ലണം. അപ്പം അതുകൊണ്ട് സമയം വൈകിപ്പോകുമെന്ന് പേടിച്ച് ഇപ്പം തന്നെ സമയം അല്ലേ 8:20 ആയിട്ടുണ്ടല്ലേ, 8:16 ആയിട്ടുണ്ട്, 8:18. അല്ലാഹു ഇനി ബറക്കത്ത് നൽകണം റബ്ബേ. ഉസ്താദിന്റെ ജനാസ നിസ്കാരം 10 മണിക്കാണ്. 10 മണിക്ക് തിരൂർക്കാട് ജുമാഅത്ത് പള്ളിയിൽ. അപ്പോൾ ഉസ്താദ് പോണില്ല. ഞാൻ ഇന്നലെ വൈകുന്നേരം പോയി. രാത്രിയാണ് 12 മണിക്കാണ് ഇവിടെ എത്തിയത്. ഉസ്താദിന്റെ മയ്യത്ത് നിസ്കാരത്തിലൊക്കെ കൂടി